ഒരു വ്യാപാരിക്ക് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ച് നഷ്ടമായി. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ആ വാച്ച്. അദ്ദേഹം ഒത്തിരി അന്വേഷിച്ചിട്ടും ആ വാച്ച് കണ്ടെത്തിയില്ല. കുറേ കുട്ടികളെ കൂട്ടി അവരുടെ സഹായം തേടി, എന്നിട്ടും ആ വാച്ച് കണ്ടെത്തിയില്ല. നിരാശനായി അദ്ദേഹം നിന്നപ്പോൾ ഒരു കുട്ടി ഓടി വന്ന് പറഞ്ഞു, ഞാൻ ആ വാച്ച് കണ്ടെത്താം. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ആ വാച്ച് ലഭിച്ചു. നിനക്ക് എങ്ങനെയാണ് ഈ വാച്ച് കിട്ടിയത്? ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും കിട്ടാത്തത് നിനക്ക് എങ്ങനെ കിട്ടി? ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു, ഞാൻ അല്പനിമിഷം നിശബ്ദനായി നിന്നു. അപ്പോൾ ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ടിക് 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 എന്ന ശബ്ദം കേട്ടു. അത് ആ വാച്ചിൻ്റെ ശബ്ദമായിരുന്നു. ആ ശബ്ദത്തെ പിന്തുടർന്ന് ഞാൻ നഷ്ടമായ അങ്ങയുടെ വാച്ച് കണ്ടെത്തി. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സന്ദേശമുണ്ട്. ശാന്തമായ നിശബ്ദമായ ഒരു അന്തരീക്ഷം നമുക്കുണ്ടാകണം. ആ അന്തരീക്ഷം ഒരു ശബ്ദം കേൾക്കുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി അല്പനിമിഷം ശാന്തമായ സ്വസ്ഥമായ നിമിഷം മാറ്റിവെക്കുകയാണെങ്കിൽ കർത്താവിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും, കേൾക്കുവാൻ കഴിയും, മനസ്സിലാക്കുവാൻ കഴിയും, സംസാരിക്കുവാൻ കഴിയും. അവിടെ ചില കണ്ടെത്തലുകളുണ്ട്, അനശ്വരമായ അർത്ഥവത്തായ കണ്ടെത്തലുകൾ. അതിനുവേണ്ടി നമുക്ക് അല്പനിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിരിക്കാം. ഓക്കെ.